ഒരു ജനാധിപത്യ രാജ്യത്ത് ആർജവമുള്ള ഭരണാധികാരി എന്ന് പറഞ്ഞാൽ തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുമായിട്ടും രാജ്യത്തെ ജനങ്ങളുമായിട്ടും ഒപ്പം അവിടുത്തെ സൈനികരുമായിട്ടുമൊക്കെ നല്ല ബന്ധം പുലർത്തണം. അങ്ങനെ നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളിൽ ഒരാളാണെന്ന് ബോധ്യം നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നയിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാർ നരേന്ദ്രമോദിയുടെ ഈ നേതൃമികവിനെ അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യയെ ലോകത്തിലെ ഒരു വമ്പൻ സാമ്പത്തിക ശക്തിയായിട്ട്, വമ്പൻ സൈനിക ശക്തിയായിട്ട്, നയതന്ത്ര കാര്യങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന രാജ്യമായിട്ടൊക്കെ തന്നെ വളർത്തിയെടുത്തത് എന്നത് മോദിയിലൂടെ കണ്ടു പഠിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ദീപാവലി ആഘോഷം അതിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ നാവിക ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിലെത്തി അവിടുത്തെ നേവി ഉദ്യോഗസ്ഥർക്കൊപ്പം അദ്ദേഹം ദീപാവലി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയായിട്ട് 2014 മോദി അധികാരമേറ്റതിന് ശേഷം എല്ലാ ദീപാവലിയും ഇങ്ങനെ സൈനികർക്കൊപ്പമാണ് അദ്ദേഹം ആഘോഷിക്കാറുള്ളത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ദീപാവലി എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവം. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന് പലപ്പോഴും എല്ലാവർക്കും വീട്ടിൽ പോകാനൊന്നും കഴിയില്ല, എല്ലാവർക്കും അവധി നൽകാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് ആ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ഭരണാധിപൻ അവരോടൊപ്പം ചേരുകയാണ് ചെയ്യുന്നത്. 2014 നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത്. അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമേഖല എന്നറിയപ്പെടുന്ന ലഡാക്കിലെ സിയാച്ചിനിലാണ്, അതായത് മഞ്ഞുമൂടി ആ മേഖലയിലാണ് തൻ്റെ ദീപാവലി ആഘോഷത്തിന് നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഇന്ന് 2025 എത്തിയപ്പോൾ ഗോവയിലെ കാൻവാർ തീരത്ത് നിന്ന് അദ്ദേഹം INS വിക്രാന്തിൽ കയറുന്നു. അപ്പോൾ ഇതാദ്യമായിട്ട് നേവിക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം കപ്പലിനുള്ളിൽ വന്നതിന് ശേഷം MiG-29 പോലെയുള്ള നമ്മുടെ യുദ്ധവിമാനങ്ങൾ എങ്ങനെയാണ് ചെറിയ റൺവേയിലൂടെ പറന്നുയരുന്നത്, എങ്ങനെയാണ് പറന്നിറങ്ങുന്നത്, എങ്ങനെയാണ് ആയുധം വർഷിക്കുന്നത്, ഇതൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് കണ്ടു. പിന്നീട് ഈ നേവി ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് നമ്മുടെ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് ഗാനത്തിലൂടെ ചിത്രീകരിക്കുന്ന ഒരു നിമിഷവുമുണ്ട്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നിമിഷമാണ്, മറക്കാൻ കഴിയാത്തതാണെന്നൊക്കെ പറയുന്നു. ഇതിനിടയിലാണ് ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ ചില ചാരക്കപ്പലുകൾ നമ്മളുടെ കടലിൽ റോന്തു ചുറ്റുന്നുവെന്ന വിവരം പുറത്തു വന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി INS വിക്രാന്തിൽ പോകുന്ന സമയത്ത് തന്നെയാണ് അഗ്നി 6 എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അത്യന്താധുനികമായ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത്. അതായത് ഏത് മേഖലയിലും വിനാശം വിതയ്ക്കാൻ കഴിയുന്ന നമ്മുടെ ഏറ്റവും പുതിയ മിസൈലാണ് അഗ്നി 6. ഇതിൻ്റെ പരീക്ഷണം നടത്താനായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നു. അതിൻ്റെ വിവരം അറിഞ്ഞതോടുകൂടി ചൈനയിലെയും അമേരിക്കയിലെയും ഒക്കെ ചാരക്കപ്പലുകൾ വരുന്നു. ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നതല്ല. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സോൾജിയേഴ്സ് ഗാനങ്ങളൊക്കെ ആലപിച്ചതിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. മാത്രമല്ല വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് തനിക്കുള്ളതെന്നും പറയുന്നു. അപ്പോൾ ആയുധം വർഷിച്ച രീതികൾ, വിമാനങ്ങൾ പറന്നു പൊങ്ങുന്ന രീതി, പറന്നിറങ്ങുന്ന രീതിയൊക്കെ കണ്ടതോടുകൂടി ഈ 3 സൈനികൾ, അതായത് കര, വ്യോമ, നാവിക സേനകളാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ്റെ പരാജയത്തിന് നേതൃത്വം വഹിച്ചെന്ന് നരേന്ദ്രമോദി തന്നെ പറയുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു ഏകോപനം അല്ലെങ്കിൽ ഏകോപനത്തോടെയുള്ള അസാമാന്യ പ്രകടനം, ഇതിനെ എന്നും ആളുകൾ ബഹുമാനിക്കുമെന്ന് പറയുന്നു. അപ്പം ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നിർമ്മിച്ച INS വിക്രാന്ത്, ഈ INS വിക്രാന്തിൽ നേവൽ ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം ഈ പറയുന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയുണ്ട്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബേട്ട്, മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു അടുത്ത നൂറ്റാണ്ടിൽ ലോകം ഭരിക്കാൻ പോകുന്ന നേതാവ് നരേന്ദ്രമോദിയാണ്. നമുക്കറിയാം ഈ ജനാധിപത്യ സംവിധാനങ്ങളെ കൃത്യമായി കോർത്തിണക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ ഒരു രാജാവ് എന്ന പദവിയിലേക്ക് ഇരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അത് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ അമേരിക്ക കെട്ടിപ്പടുത്താണ്. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി ടോണി അബോട്ട് പറയുന്നതനുസരിച്ച് ഇന്ത്യ പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആ പദവിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കസേരയ്ക്ക് ഇനി അവകാശം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്, നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ നരേന്ദ്രമോദി ആ കസേരയിലേക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന പ്രോസസ്സല്ല. ഇത് പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക കെട്ടിപ്പൊക്കി ഉയർത്തിയ ഒരു സാമ്രാജ്യമാണ്. അതിനു മുകളിലേക്കാണ് ഇന്ത്യ പതിയെ പതിയെ
തങ്ങളുടെ സാമ്രാജ്യം കെട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പം ലോകത്തെ വ്യോമശക്തികളുടെ കാര്യം എടുത്താൽ ചൈനയെ മറികടന്ന് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ 3-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മേഖലയിൽ വലിയ വളർച്ച. ഇനി സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യത്തിൽ, അല്ലെ സമ്പദ്ഘടനയുടെ കാര്യത്തിൽ വലിയ വളർച്ചയാണ് നമുക്കുണ്ടാകുന്നത്. കൂടാതെ GST നിരക്ക് കുറച്ചതോടുകൂടി ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ വില കുറയുകയും അത് സാധാരണക്കാർക്ക് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ദീപാവലി സമ്മാനമാണെന്ന് പറയാം. ഈ യുദ്ധക്കപ്പലിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയാണ്, എൻ്റെ ഒരു വശത്ത് സമുദ്രവും മറുവശത്ത് അജയ്യരായ ഭാരതാംബയുടെ സേനയുമാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമാണ് സൈനികർക്ക് പ്രധാനമന്ത്രി നൽകുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അമേരിക്ക ഏറ്റവും ഭയപ്പെടുന്നത് അമേരിക്കയുടെ ആ ലോക പോലീസ് എന്ന പദവിയിലേക്ക് ഇന്ത്യ പതുക്കെ നടന്നു കയറുമോ എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അനാവശ്യമായ യുദ്ധകാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനോ ഇടപെടാനോ പോകത്തില്ല. പക്ഷേ നമ്മളെ ആരെങ്കിലും കയറി ആക്രമിച്ചാൽ നമ്മളുടെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ട്രംപിനറിയാം പതിയെ പതിയെ തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്നെന്നും നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് നടന്നു കയറുന്നെന്നും. അതുകൊണ്ടാണ് നമുക്കെതിരെ ഈ തീരുവ യുദ്ധം പ്രഖ്യാപിക്കുന്നു, ട്രേഡ് വാർ പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും യൂറോപ്പിലെ രാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യക്കെതിരായിട്ട് തിരിക്കാനുള്ള നീക്കം നടത്തി. പക്ഷേ ഒന്നും വിജയിക്കുന്നില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങൾ ചോദിക്കുന്നു, ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് വ്യാപാര കരാറുകളുണ്ട്, അനാവശ്യമായി ഇന്ത്യ യുദ്ധകാര്യങ്ങളിൽ ഇടപെടുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് അവർക്കെതിരെ തീരുവ പ്രഖ്യാപിക്കുന്നത്? എന്തിന്? അമേരിക്കയുടെ കൂടെ എല്ലാ കാലവും നിന്ന ഓസ്ട്രേലിയയും ജപ്പാനും പോലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നുള്ളൊരു സന്ദേശം നൽകുന്നു. ഇനി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, നമുക്കറിയാം ജോർജിയ മെലോനിയും നരേന്ദ്രമോദിയും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ട് ഒരു സെൽഫി എടുത്തു. അത് ഈ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായി മാറുകയും ചെയ്ത ഇതേ ജോർജിയ മെലോനി ഇപ്പോൾ ലോക നേതാക്കളെയൊക്കെ കണ്ടാൽ കൈകൂപ്പുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സംസ്കാരം അദ്ദേഹം കൃത്യമായിട്ട് ലോക നേതാക്കളിലേക്ക് പകർന്നു നൽകുന്നു. അപ്പോൾ ലോകത്തിലെ നേതാക്കൾക്ക് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് എത്രത്തോളം വ്യാപകമായ ഒരു റീച്ച് ലഭിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ INS വിക്രാന്തിൽ, അതായത് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ പ്രധാനമന്ത്രി നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 8-10 യുദ്ധക്കപ്പലുകളാണ് അതിനെ അനുഗമിച്ചുകൊണ്ട് നിൽക്കുന്നത്. മുമ്പ് ഈ മോദി തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ വ്യോമസേനയാണ് കൂടുതൽ ആക്രമണങ്ങളൊക്കെ നടത്തിയത്. നേവി കറാച്ചിയെ ലക്ഷ്യം വെച്ച് തയ്യാറായി നിൽക്കുകയാണ്. ഏതാണ്ട് 8-10 യുദ്ധക്കപ്പലുകൾ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നിലയുറപ്പിക്കുന്നു. നേതൃത്വം നൽകുന്ന INS വിക്രാന്ത്. പക്ഷേ നമ്മൾ INS വിക്രാന്തിനെ അവിടെ ഉപയോഗപ്പെടുത്തിയില്ല. കാരണം അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ ഏതാണ്ട് ആയുധം വെച്ച് കീഴടങ്ങുന്നതിന് തുല്യമായി. നമ്മുടെ യുദ്ധക്കപ്പലുകൾക്കൊപ്പം ടോർപിഡോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗൈഡഡ് മിസൈലുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ഷോർട്ട് റേഞ്ച് മിസൈൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് 7 ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടെ നിലയുറപ്പിച്ചത്. അങ്ങനെ നിലയുറപ്പിച്ച നമ്മുടെ ഈ നാവിക വ്യൂഹത്തെ കണ്ട് പാകിസ്ഥാൻ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തതെന്ന് പറയുന്നു. നമുക്കറിയാം 1965 ആ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ആകെ 8 യുദ്ധക്കപ്പലോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നമ്മൾ ഈ മേഖലയിൽ എത്രത്തോളം വളർച്ച കൈവരിച്ചു എന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന നിലയിൽ അഗ്നി 6 എന്ന് പറയുന്ന ലോകോത്തര മിസൈൽ അതും നമ്മൾ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ ഈ ചാരക്കപ്പലുകൾ ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ രംഗപ്രവേശനം ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ആ പരീക്ഷണം ഒന്ന് മാറ്റിവെച്ചു. ആ ദിവസം തന്നെ നടത്തിയില്ല. ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ട്. അപ്പം INS വിക്രാന്തിൽ നിൽക്കുന്ന സൈനികർ അവർ കൊളുത്തുന്ന ദീപങ്ങൾ, ഈ ദീപാവലിയോടനുബന്ധിച്ച് ഈ ദീപങ്ങൾ പോലെയാണ് സമുദ്രത്തിൽ സൂര്യരശ്മികൾ തട്ടിത്തിളങ്ങുന്നത്. ഇതാണ് പ്രധാനമന്ത്രി അവരോട് പറഞ്ഞൊരു കാര്യം. അപ്പം ഓരോ സൈനികനും ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്നു. ഈ 2014 മുതൽ 25 വരെ ഓരോ ദീപാവലി ആഘോഷവും സൈനികർക്കൊപ്പം നടത്തുന്ന പതിവ് ഇത്തവണയും അദ്ദേഹം മാറ്റിവെച്ചില്ല. മാത്രമല്ല, ഒരു വശത്ത് ആഴമില്ലാത്ത ചക്രവാളം, മറുവശത്ത് അറ്റമില്ലാത്തത്ര ശക്തിയുള്ള INS വിക്രാന്ത്. ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനപൂരിതനാകുന്നു എന്നാണ് നേവൽ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സിയാച്ചിനിൽ തുടങ്ങിയ ഈ ദീപാവലി ആഘോഷം സൈനികർക്കൊപ്പം അത് 2025 ആയപ്പോഴേക്കും ഗോവയിലെ കർവാൻ തീരത്ത് നിന്ന് INS വിക്രാന്തിൽ കയറിക്കൊണ്ടാണ് അദ്ദേഹം ആഘോഷിച്ചത്. ഇതാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരി ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്ന് കയറുന്നതെന്നുള്ളത്. കാരണം ഒരു രാത്രി, അതായത് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നു, രാത്രി കടലിൽ നിന്ന് വീക്ഷിക്കുന്നു,
പിന്നീട് സൂര്യോദയം കാണുന്നു. അങ്ങനെ നമ്മുടെ സൈനികരുടെ കഠിനാധ്വാനം, കഴിവ്, സ്വാധീനം, അതുപോലെ തന്നെ പ്രതിഭാസമ്പന്നത ഇതെല്ലാം തന്നെ INS വിക്രാന്തിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ INS വിക്രാന്ത് എന്ന് പറയുന്നത് വെറും ഒരു യുദ്ധക്കപ്പലല്ല, നമ്മുടെ ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു സമ്മാനമാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചതോടുകൂടി ലോകം ഇതിനെ വളരെയധികം വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ INS വിക്രാന്ത് കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഞെട്ടുന്നു. ഇപ്പോൾ നമുക്കറിയാം, ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ തന്നെ പാകിസ്ഥാൻ പേടിക്കുകയാണ്. INS വിക്രാന്ത് എന്ന പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ നടുകയാണ്. ഇത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ കൂടിയാണ്. അങ്ങനെയുള്ള വിമാനവാഹിനി കപ്പലിൽ 100 കണക്കിന് സൈനികർക്കൊപ്പം നരേന്ദ്രമോദി തൻ്റെ ദീപാവലി ആഘോഷം നടത്തുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ നേവി തന്നെ പുറത്തേക്ക് വിടുന്നു, അല്ലെ ഇന്ത്യൻ ഭരണകൂടം തന്നെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ലോകത്തിനുള്ള ഒരു സന്ദേശം കൂടിയാണ്. തങ്ങൾ സൈനിക മേഖലയിൽ ഇന്ത്യൻ ആർമിയുടെ കഴിവ് അത് എത്രത്തോളം ഉണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു നീക്കമാണ്. അപ്പം INS വിക്രാന്തിലുള്ള ഈ ദിവസം അത് എൻ്റെ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ അഗ്നി 6 മിസൈലിൻ്റെ ഒരു പരീക്ഷണം നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നത്, അല്ലെ ഇന്ത്യയെ ഭയക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന ദീപാവലി ആഘോഷ ചടങ്ങുകൾ വീക്ഷിച്ചാൽ മാത്രം ലോകത്തിന് മനസ്സിലാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.